സംസ്ഥാനത്ത് പവർ കട്ട് ഏർപ്പെടുത്താൻ ഒടുവിൽ KSEBയും തീരുമാനമെടുത്തിരിക്കുകയാണ്. പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന പേരിൽ അരമണിക്കൂർ വരെ നിയന്ത്രണം ഏർപ്പെടുത്താനാണ് തീരുമാനം. ചൂട് കൂടിയതിന് പിന്നാലെ അറിയിപ്പൊന്നുമില്ലാതെ 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ നിയന്ത്രണം ഏർപ്പെടുത്തിയത് വിവാദമായിരുന്നു. ലോഡ് ഷെഡിംഗ് അല്ല, ലോഡ് റെസ്ട്രിക്ഷൻ ആണെന്നായിരുന്നു KSEBയുടെ ന്യായീകരണം. എന്നാൽ ഇപ്പോൾ പവർ കട്ട് ഏർപ്പെടുത്തുകയാണെന്ന് KSEB തന്നെ അറിയിച്ചിരിക്കുകയാണ്. കൊടും ചൂടായതോടെ വൈദ്യുതി മുടക്കം പാടില്ലെന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലെ അവലോകന യോഗത്തിൽ തീരുമാനിച്ച് 2 ദിവസം കഴിയുമ്പോഴാണ് പവർ കട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൂടാതെ മന്ത്രി K കൃഷ്ണൻകുട്ടിയും ആവർത്തിച്ചു പറഞ്ഞിരുന്നു, വൈദ്യുതി നിയന്ത്രണത്തെ പറ്റി തൽക്കാലം ആലോചിക്കുന്നില്ലെന്ന്. വൈദ്യുതി ഉപയോഗം കൂടുതലുള്ള വൈകിട്ട് 6 മുതൽ 11 മണി വരെ 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ നിയന്ത്രണം ഏർപ്പെടുത്താനാണ് തീരുമാനം. SMS വഴിയാകും നിയന്ത്രണം അറിയിക്കുക. പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന പേരിലായിരിക്കും SMS എത്തുക. ലോഡ് കൂടുന്നതനുസരിച്ച് ഓരോ സബ് ഡിവിഷന് കീഴിലും പ്രാദേശികമായി നിയന്ത്രണം ഏർപ്പെടുത്തും. ലോഡ് താങ്ങാനാകാതെ വരുന്നതോടെ വിതരണ സംവിധാനം തകരാറിലാകുന്നത് കണക്കിലെടുത്താണ് നിയന്ത്രണമെന്നാണ് KSEBയുടെ വിശദീകരണം. ചൂട് കൂടിയതിന് പിന്നാലെ മുൻകൂർ അറിയിക്കാതെയുള്ള വൈദ്യുതി നിയന്ത്രണത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുന്നതിനിടെയാണ് ഇപ്പോഴത്തെ പവർ കട്ട്. പവർ കട്ടില്ലാത്ത 10 വർഷങ്ങളെന്ന് പറഞ്ഞാണ് പിണറായി സർക്കാർ വലിയ പ്രചാരണം നടത്തിയത്. പവർ കട്ടോടെ അത് പൊളിയുകയാണ്. മെയ് 15 വരെ ടേം എഹഡ് മാർക്കറ്റിൽ നിന്ന് യൂണിറ്റിന് 10 രൂപ വരെ നിരക്കിൽ 250 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ KSEBക്ക് റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകിയിട്ടുണ്ട്. എന്നിട്ടും വൈദ്യുതി ക്ഷാമം പരിഹരിക്കാനാകാതെ വന്നതോടെയാണ് പവർ കട്ടിലേക്ക് നീങ്ങുന്നത്. അതിനിടെ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാൻ തീരുമാനിച്ചിരുന്നെങ്കിലും ആരും നൽകാൻ സന്നദ്ധരല്ല. കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ ഉണ്ടെങ്കിലും ചൂട് കൂടിയ സാഹചര്യത്തിൽ അവർ വിൽപ്പന നിർത്തിവച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇന്നു ചേരുന്ന ഉന്നതതല യോഗം പവർ കട്ട് ദീർഘിപ്പിക്കാൻ തീരുമാനമെടുത്തേക്കും.